എല്ലാ പ്രായക്കാർക്കും കുടിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ് സൂപ്പ്. ഇന്നത്തെ വീഡിയോയിൽ നല്ല ഒരു എഗ് നൂഡിൽ സൂപ്പിൻ്റെ റെസിപ്പി കാണാം. ഞാൻ മൈമ സൈമൺ, വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഈ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ഹീറ്റ് ചെയ്യാം. വളരെ കുറച്ച് ഓയിൽ, 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇവിടെ എണ്ണ ചൂടായി. ഇതിലേക്ക് നമുക്കൊരു 4 വെളുത്തുള്ളി ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് ഇടാം. അപ്പോൾ വെളുത്തുള്ളി സൂപ്പിന് എടുക്കുമ്പോൾ എപ്പോഴും ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചോപ്പ് ചെയ്യുക, അപ്പോൾ ഒന്നുകൂടെ ഫ്ലേവർ ആയിരിക്കും. ആ വെളുത്തുള്ളിയുടെ നല്ലൊരു മണം വരുമ്പോൾ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഇഞ്ചി, 1/2 ടീസ്പൂൺ ഇഞ്ചി ചേർക്കാം. ഇഞ്ചിയുടെയും പച്ചമണം പോയി കഴിയുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത സവാള, ചെറിയ സവാളയുടെ പകുതി എടുത്തിട്ടുള്ളൂ. അതിനുള്ള ഉപ്പൂടെ ചേർക്കാം. ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് ചുമന്ന മുളകിൻ്റെ കുറച്ച് 2-3 പീസസ് ഇടുന്നേ ഉള്ളൂ. എരിവ് കണക്കാക്കി ഇടുക. ഇവിടെ സവാള ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ഇടാം. ക്യാരറ്റ് 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും, പൊടിയായിട്ട് അരിഞ്ഞത്. ഒപ്പം തന്നെ ബീൻസ് 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്, പൊടിയായിട്ട് അരിഞ്ഞത്. ഒരു 3 ബീൻസ് പൊടിയായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നതാണ്. വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സോഫ്റ്റ്, ചെറുതായിട്ടൊന്ന് കുക്കാവണം, അത്രയും മതി. ഒരുപാട് കുക്ക് ചെയ്ത് അതങ്ങ് സോഫ്റ്റായി പോകരുത്. ഇതിലേക്ക് ക്യാബേജ് ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇതിലേക്ക് ഗ്രീൻ ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ ലൈറ്റ് സോയ സോസും കൂടെ ചേർക്കാം. ഇതിലേക്ക് സ്റ്റോക്ക് ചേർക്കാം. വെജിറ്റബിൾ സ്റ്റോക്കാണ് ഞാൻ ചേർക്കുന്നത്. മൂന്ന് കപ്പ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. നമ്മളിവിടെ വെജിറ്റബിൾ സ്റ്റോക്ക് ഉപയോഗിച്ചല്ലോ, അപ്പം സ്റ്റോക്ക് 2 തരത്തിൽ ഉണ്ടാക്കാം. ഒന്നുകിൽ നമുക്ക് സ്റ്റോക്ക് ക്യൂബ് കിട്ടും, വെജിറ്റബിൾ സ്റ്റോക്ക് ക്യൂബ് വാങ്ങിക്കാൻ കിട്ടും. അത് 1 ലിറ്റർ വെള്ളത്തിൽ 1 ക്യൂബ് ചേർത്ത് അലിയിച്ച് ഉപയോഗിക്കാം. അല്ല എങ്കിൽ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ്, ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ്, സെലറി, ലീക്സ്, അങ്ങനെയുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടെ ചോപ്പ് ചെയ്യുക. നന്നായിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. ചെറിയ ഫ്ലെയിമിൽ കിടക്കണം 1 മണിക്കൂറോളം. അപ്പോഴത്തേക്ക് അതിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം വെള്ളത്തിൽ വരും. അത് ഊറ്റിയെടുത്താണ് നമ്മൾ സ്റ്റോക്ക് ഉണ്ടാക്കുക. അപ്പോൾ പൊട്ടേറ്റോ പോലത്തെ വെജിറ്റബിൾസ് ഇടാറില്ല. ക്യാരറ്റ് അങ്ങനത്തെയൊക്കെ വെജിറ്റബിൾസ് ആണെങ്കിൽ സ്റ്റോക്ക് ഉണ്ടാക്കാൻ ഇച്ചിരി നല്ലതാണ്. ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാം, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം, കുറച്ച് ദിവസമൊക്കെ കേടാവാണ്ടിരിക്കും. ഇവിടെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഫ്ലേവേഴ്സ് കൊടുക്കാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര, പെപ്പർ ആവശ്യത്തിന് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ ചേർക്കുകയാണ്. ഫ്ലേവർ നോക്കിയിട്ട് പിന്നീട് ചേർക്കാം. 1/2 ടീസ്പൂൺ വിനീഗർ. അപ്പോൾ ഇത് നമുക്ക് തിക്കാവാനായിട്ട്, നല്ലൊരു തിക്നിങ് കിട്ടാനായിട്ട് കുറച്ച് കോൺഫ്ലവർ ചേർക്കാം. ഇവിടെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. കുറച്ച് വെള്ളം ചേർത്ത് സ്ലറി പോലെ ഉണ്ടാക്കുക. ഇത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് വേണ്ട തിക്നെസ്സിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. കോൺഫ്ലവർ ഒഴിച്ചപ്പോഴത്തേക്ക് കണ്ടോ തിക്കായി തുടങ്ങി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എഗ്ഗ് ചേർക്കാനായിട്ടുണ്ട്. 1 മുട്ട, നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. ഫ്രിഡ്ജിൻ്റെ പുറത്തേക്ക് ഒഴിക്കും. മുട്ട കുക്കും ആവും, നല്ലൊരു തിക്നെസ്സും കിട്ടും. നമ്മുടെ സൂപ്പ് ഇച്ചിരി ന്യൂട്രീഷ്യസും ആവും. ഇത് റെഡിയാണ്. ഇനി ഫ്ലേവർ എപ്പോഴും ചെക്ക് ചെയ്യുക. നമ്മൾ സോസ് ഉപയോഗിച്ചേക്കുന്നതുകൊണ്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ടാവും. ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അവരവരുടെ പ്രിഫറൻസ് അനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ നൂഡിൽസ് സൂപ്പാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നൂഡിൽസ് എപ്പോഴും നമ്മൾ ഇവിടെ എടുത്തില്ല,
നമ്മൾ ഏത് ബൗളിലാണ് സെർവ് ചെയ്യുന്നത് ആ ബൗൾസിലിട്ടാൽ മതി. മുട്ട ആഡ് ചെയ്ത ശേഷം ഒത്തിരി നേരം എടുത്ത് തിളപ്പിക്കാൻ പാടില്ല. ഇത് ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്ക് കുറച്ച് സ്പ്രിംഗ് അണിയൻസ് കൂടെ ചേർക്കാം. സ്പ്രിംഗ് അണിയൻ്റെ ഗ്രീൻ പോർഷൻ കുറച്ച്, ഇത് കുറച്ച് ആഡ് ചെയ്യാം. നല്ലൊരു കളറും കിട്ടും, കഴിക്കുമ്പോൾ ചെറിയൊരു ബൈറ്റും കിട്ടും. നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. നമ്മൾ നൂഡിൽസ് സൂപ്പാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം മെയിനായിട്ട് നമുക്ക് നൂഡിൽസ് നന്നായിട്ട് ഇടണം. എത്ര വേണോ അതിനനുസരിച്ച് ഇടാം. ഈ നൂഡിൽസിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ മതി. ഹോം മെയ്ഡ് നൂഡിൽസാണ്, ഹോം മെയ്ഡ് എഗ് നൂഡിൽസാണ്. ഈ സൂപ്പിൻ്റെ അളവ് ഒരു 4 പേർക്ക് കഴിക്കാമെന്നുള്ള പോർഷനാണ്. ഇനി സൂപ്പ്, ചൂട് സൂപ്പിനകത്തേക്ക് കഴിക്കും. നമ്മുടെ നൂഡിൽ സൂപ്പ് റെഡിയാണ്. ഫൈനൽ ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിംഗ് അണിയൻ, ഇച്ചിരി സ്പൈസി ആക്കണമെങ്കിൽ ചില്ലീസും കൂടെ ആഡ് ചെയ്യാം, ഫ്രഷ് ചില്ലീസും കൂടെ ആഡ് ചെയ്യാം. ഈ ഒരു എഗ് നൂഡിൽ സൂപ്പ് നമുക്കൊരു ഫുൾ മീലായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ്. പിന്നെ അത് നൂഡിൽസ് കൂടെ ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ഫില്ലിംഗ് ആയിട്ടും തോന്നും. അപ്പോൾ ഈ റെസിപ്പിയിൽ നമുക്ക് 3 to 4 പീപ്പിളിന് സെർവ് ചെയ്യാൻ പറ്റിയൊരു അളവാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്.